എല്ലാവരുടെയും ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും നോക്കി ജീവിക്കുക എന്നത് പ്രയാസകരമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കുകയും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക. കൊടുത്ത വാക്ക് കഴിയും വിധം പാലിക്കുവാൻ ശ്രമിക്കുക എന്നത് ഒരാൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാൻ ഏറെ സഹായകരമാണ്. മറ്റുള്ളവർ നമ്മെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ തളർന്നു പോകരുത്. അപ്പോഴാണ് നാം കൂടുതൽ ശക്തരാകേണ്ടത്. ഒരു കാര്യത്തിന് ഏറെ പരിശ്രമിച്ചിട്ടും തോറ്റുപോയാൽ അത് ഒരിക്കലും നിങ്ങളുടെ തെറ്റല്ല. അതേസമയം യാതൊരു പരിശ്രമവുമില്ലാതെ തോൽക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാത്രം തെറ്റാണ്. കാര്യങ്ങൾ മുഴുവനായി അറിയുന്നതിന് മുൻപ് നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ ഒരിക്കലും നമ്മെ ആത്മാർത്ഥമായി സ്നേഹിച്ചവർ ആകില്ല. വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യം വിദ്യാർത്ഥികളിൽ കഴിയുന്നത്ര ആത്മവിശ്വാസം സൃഷ്ടിക്കുക എന്നതാണ്. നിങ്ങളെ ഒരിക്കലും മനസ്സിലാക്കാത്തവർക്കു വേണ്ടിയും മനസ്സിലാകാത്തവർക്കു വേണ്ടിയും ഒരിക്കലും ഒരു കാരണവശാലും കരയുകയോ കാത്തിരിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾക്ക് പരിപൂർണ വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായും അതുമായി മുന്നോട്ടു പോവുക. നിങ്ങൾക്ക് ജീവിതത്തിൽ സൂര്യനെപ്പോലെ തിളങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിജ്വലിക്കണം. നേട്ടങ്ങൾ ഒരിക്കലും പണത്തിലൂടെ മാത്രം നേടാൻ കഴിയില്ല. കഠിനാധ്വാനം കൂടി അതിന് ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആശയങ്ങളെ ഒരു നിക്ഷേപമായി അവതരിപ്പിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പാണ്. സ്നേഹത്തിന് വേണ്ടി ആരുടെ മുൻപിലും യാചിക്കാതിരിക്കുക. യാചിച്ചു നേടുന്ന സ്നേഹം വെറും സോപ്പുപതയിലെ കുമിളകൾ പോലെയാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിന് മുൻപ് നിങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണണം. എത്ര മോശം സാഹചര്യത്തിലും തൻ്റെ പങ്കാളിയെ വിട്ടുപോകാൻ ഒരാൾക്ക് കഴിയാത്തതിന് 3 കാരണങ്ങളേ ഉള്ളൂ. 1. ആത്മാർത്ഥ സ്നേഹമുള്ളതുകൊണ്ട്. 2. തൻ്റെ നിവൃത്തികേടുകൊണ്ട്. 3. ഒരു ലക്ഷ്യം ഉള്ളതുകൊണ്ട്. നിങ്ങളെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ സമയം പാഴാക്കാതിരിക്കുക. നാം ഇന്നത്തേക്ക് കുറച്ചു ത്യാഗങ്ങൾ സഹിച്ചാലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലൊരു നാളെയെ നേടാനാകൂ.